എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മുടെ കിച്ചണിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്ക് ഒരു ഡെസേർട്ട് തയ്യാറാക്കിയാലോ. അതും നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഒന്നുമേ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു സ്പെഷ്യൽ ആൻഡ് ഹെൽത്തി ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പീനട്ട്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഡേറ്റ്സും കുറച്ച് നമ്മുടെ സെസം സീഡ്, വൈറ്റ് എള്ള്, വെള്ള എള്ളില്ലേ നമ്മുടെ, അതും എടുത്തിട്ടുണ്ട്. നമ്മുടെ പീനട്ട്സ് ആണെങ്കിൽ ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സിൻ്റെ ഈ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പീനട്ട്സ് ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഗ്രൈൻഡറിൽ അല്ലെങ്കിൽ മിക്സി ജാറിൽ ഏതെല്ലാം നിങ്ങൾക്ക് എളുപ്പം അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നോക്കിക്കോളൂ, നമ്മുടെ പീനട്ട്സ് നന്നായിട്ട് ക്രഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊരു ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ മിക്സിയിൽ നമ്മൾ ഡേറ്റ്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആഡ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത്, അതായത് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട്സും അതിലോട്ട് ആഡ് ചെയ്ത് അതിന് ശേഷം ഒരു കടായി എടുക്കുക. കടായിലോട്ട് നമ്മുടെ ഈ ഒരു വെള്ള എള്ള്, വൈറ്റ് സെസം സീഡ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊരു സ്മെല്ല് വരുമ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സെസം സീഡ് പെർഫെക്റ്റ്ലി നമ്മുടെ റോസ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു സെസം സീഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അത് നോക്കിക്കോളൂ, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡേറ്റ്സും ആ പീനട്ട്സും നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ഡോയുടെ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് കുഴച്ച് നമ്മുടെ ഡോ ഇവിടെ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു ഡോ പെർഫെക്റ്റ്ലി റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് പ്രസ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു കട്ടർ വെച്ചോ അതായത് ഒരു നൈഫ് വെച്ചോ ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആദ്യം ഒരു റോൾ എടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം അത് കൈയുമ്മേ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ടൊരു നീളത്തിൽ ഒരു ചെറിയൊരു വലുപ്പത്തിൽ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഒന്ന് നീളത്തിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം ഇത്രയും ഭാഗം ആയതിനു ശേഷം നമ്മുടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു എള്ളിൻ്റെ മേലിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നീളത്തിലോട്ട് റോൾ ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു പരുവത്തിൽ റോളായി കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതും കൂടെ ഞാൻ ഇതുപോലെ പതിയെ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ എള്ളിലോട്ട് മുക്കി നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നമ്മുടെ ആദ്യത്തെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പെൻസിലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു എന്തെങ്കിലും വടി കഷ്ണമോ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് പെൻസിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതുപോലെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം സൈഡിൽ എല്ലാം നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നല്ലൊരു ഫോമിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഒരു ചെറുപ്പത്തിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിൻ്റെ മേലിൽ ഇത് വെച്ച് നന്നായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി നമ്മൾ മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യുക. അറിയാത്തവർ ഞാൻ കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്ന കൺസിസ്റ്റൻസി കാണിച്ചിട്ടുണ്ട്, അതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ എടുത്ത് നമ്മുടെ ഈ ഒരു ഹോള് നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കിയില്ലേ പെൻസിൽ വെച്ച്, ആ ഒരു ഗ്യാപ്പിലോട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം.
നോക്കിക്കോളൂ, 2 റോൾസിലോട്ട് ഞാൻ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോ ലൈൻസ് നമുക്ക് കൊടുക്കാം. ഓരോ ലൈൻസ് ഇച്ചിരി കട്ടി കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ അടുത്തടുത്ത്, അധികം ഗ്യാപ്പല്ല, ഇത്തിരി ഗ്യാപ്പ് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻസ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ ഏത് രീതിയിലാണ് ലൈൻസ് കൊടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാം ഇതുപോലെ 2 എണ്ണത്തിലും നമ്മൾ ലൈൻസ് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് നേരെ വെച്ചതിന് ശേഷം ഒരു ടൂത്ത് പീക്ക് എടുക്കുക. ടൂത്ത് പീക്ക് എടുത്തതിന് ശേഷം മേളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് താഴോട്ട് ഒന്ന് നമ്മുടെ ആ ടൂത്ത് പീക്ക് ഓടിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി. അപ്പം നമ്മുടെ ഇലയുടെ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കഴിച്ച് ഇപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ അങ്ങ് തോന്നുന്നില്ലേ. അപ്പോൾ നോക്കിക്കോളൂ, എന്ത് ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഇലയുടെ ഷേപ്പിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറത്തേക്കിന് റെസ്റ്റിന് വെക്കാം. അപ്പോൾ അതായപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം കാണാം കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൈഫ് എടുക്കുക. നൈഫ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ക്യൂബ്സ് ആക്കി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓരോന്നായിട്ട് നമുക്ക് വേണ്ടി എത്ര സൈസാണ് നമുക്ക് വേണ്ടിയത് ആ സൈസിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഡെസേർട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, അത്രയ്ക്ക് ടേസ്റ്റിയും നല്ല രസവുമാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട്. സിമ്പിളല്ലേ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ക്രിസ്മസ് ഡെസേർട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡെസേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.